ഹലോ വെൽക്കം ടു സഗക്കാരി റൈസ് പ്ലസ്. ഇത് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, ദാറ്റ് ഇസ് മിനറൽസ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഷുവറായിട്ടും ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അതേപോലെ ഇത് പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. അതായത് നമുക്ക് കുറച്ച് മിനറൽസ് ഉണ്ട്, അതിൻ്റെ ജസ്റ്റ് ഫങ്ഷൻസ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് ആകെ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്, ഫങ്ഷൻസ് ഓഫ് മിനറൽസ്. മിനറൽസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് മിനറൽസിനെ നമ്മൾ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, മാക്രോ ആൻഡ് മൈക്രോ. അപ്പം ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ആരൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാക്രോ മിനറൽ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മൈക്രോ മിനറൽ. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഒരു മാർക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും സുഖമായിട്ട് ഇങ്ങനെ കയ്യിലോട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, മിനറൽസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാക്രോ മിനറൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മാക്രോ മിനറൽസ്? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് മിനറൽസ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അവർ നമ്മളുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ഇൻ ദ സെൻസ് നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിസത്തിനും നമ്മളുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ്ങിനും ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അല്ലാതെ ഇവർ നമുക്കിങ്ങനെ എനർജി തരുമോ, അല്ലെങ്കിൽ നമ്മളുടെ ന്യൂട്രിയൻസിൽ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷനിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇവർ ഇൻവോൾവ് ചെയ്യുന്നില്ല. പകരം ഇവർ ചില റോൾസുകൾ ഇവർക്കുണ്ട്. അതായത് ചില മെറ്റബോളിസത്തിൽ ഇവർ പാർട്ടായിട്ട് വരുമെന്നേ ഉള്ളൂ. സോ മിനറൽസ് എന്ന് പറയുന്നത് എന്താണ്, ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ് വിച്ച് പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ അവർ ബോഡി. ബട്ട് അവരെന്ത് തരുന്നില്ല, എനർജി പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എനർജി ജനറേഷനിലോ, അതായത് എനർജി ജനറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ ബ്രേക്ക് ചെയ്തത് വഴി നമുക്ക് എനർജി ഒന്നും റിലീസ് ചെയ്യില്ല. ബട്ട് എനർജി റിലീസ് ചെയ്യുന്ന ചില മെറ്റബോളിക് പാത്വേസ് ഇല്ലേ, അവരിൽ ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പാർട്ടായിട്ട് ഈ മിനറൽസ് വരാറുണ്ട്. സോ മിനറൽസിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, നമ്മുടെ മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഫുഡിൽ നിന്ന് സ്മോൾ എമൗണ്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് എന്ത്, മിനറൽസ് എന്ന് പറയുന്നത്. സോ സ്മോൾ എമൗണ്ടിൽ മാത്രം അവരെ നമുക്ക് ആവശ്യമുള്ളൂ എന്ന് കരുതി, കുറച്ച് എമൗണ്ടിലേ മതി എന്ന് കരുതി അവർക്ക് ഫങ്ഷൻസ് ഇല്ല എന്നല്ല. ആ കുറച്ച് എമൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ മാക്സിമം വെറൈറ്റീസ് ഓഫ് ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ സ്മോൾ എമൗണ്ടിൽ മതി, എന്നാലും ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. ഓക്കെ, നമ്മളെ നോർമൽ ഫങ്ഷനിങ് ആൻഡ് മെറ്റബോളിസത്തിന് മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മിനറൽസ് ആർ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്, മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്, ആൻഡ് ദേ ആർ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ദേ ഡു നോട്ട് പ്രൊവൈഡ് എനർജി ബട്ട് ദേ ഇൻവോൾവ് ഇൻ ദ പാത്വേസ് വിച്ച് ജനറേറ്റ് എനർജി. ഓക്കെ, മിനറൽസ് തന്നെ പല ഫങ്ഷൻസ് ആണ്, പല മിനറൽസിനും പല ഫങ്ഷൻസ് ആണ് വരുന്നത്. ഇനി അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണിത്. അവർ നോർമൽ സെല്ലുലാർ ആക്ടിവിറ്റിയിൽ ഒരു പാർട്ടായിട്ട് വരാറുണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഓസ്മോട്ടിക് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷനിൽ ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഓസ്മോളാരിറ്റി റെഗുലേറ്റ് ചെയ്യാൻ ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബോൺ, ടീത്ത്, അതിൻ്റെ എല്ലാം സ്ട്രെങ്തിന് മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി ചില എൻസൈമുകളുടെ കോഫാക്ടേഴ്സ് ആയിട്ടും എന്ത് വരാറുണ്ട്, മിനറൽസ് വരാറുണ്ട്. So they provide medium essential for normal cellular activity, osmotic property of body fluids. They impart hardness to bones and teeth. പിന്നെന്താണ്, മേജർ ആയിട്ടുള്ള ഒരു റോളാണ്. ദേ ആക്ട് ആസ് കോഫാക്ടേഴ്സ് ഇൻ മെറ്റലോ എൻസൈം. എൻസൈംസിൽ കോഫാക്ടേഴ്സ് ആയിട്ട് ആര് വരുന്നുണ്ട്, മിനറൽസ് അല്ലെങ്കിൽ മിനറൽ അയോൺസ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം മിനറൽസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്, ആൻഡ് അവരെന്താണ്, ദേ ആർ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് അവർ നമുക്ക് സ്മോൾ എമൗണ്ടിൽ മതി, ബട്ട് ദേ ഹാവ് സോ മെനി റോൾസ് ഇൻ അവർ ബോഡി. ഇനി മിനറൽസിനെ നമുക്ക് ജനറലായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മാക്രോ മിനറൽ എന്നും മൈക്രോ മിനറൽ എന്നും. ഓക്കെ, സോ മിനറൽസ് ആർ ക്ലാസിഫൈഡ് ആസ് മാക്രോ മിനറൽ ആൻഡ് മൈക്രോ മിനറൽ. മിനറൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മാക്രോ എന്നും മൈക്രോ എന്നും. മാക്രോ മീൻസ് ലാർജ് എന്നുള്ളതാണ് നമ്മൾ വരുന്നല്ലേ ആ വേർഡ് മീനിങ്. മൈക്രോ എന്ന് പറയുമ്പോൾ സ്മോൾ എന്നുള്ളതാണ്. സോ ലാർജ് എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ടിൽ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ടതാണ് മാക്രോ മിനറൽ, സ്മോൾ എമൗണ്ടിൽ വേണ്ടതാണ് മൈക്രോ മിനറൽസ്.
അപ്പോൾ അത് എന്താണ് മാക്രോ മിനറൽസ് എന്ന് നോക്കാം. മാക്രോ മിനറൽസിനെ നമ്മൾ പ്രിൻസിപ്പൽ എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. എന്തെന്ന് വിളിക്കാറുണ്ട്? പ്രിൻസിപ്പൽ എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്, മേജർ മിനറൽസ് എന്ന് വിളിക്കാറുണ്ട്, മാക്രോ ന്യൂട്രിയന്റ് എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മേജർ ആയിട്ടുള്ള മിനറൽസ് ആണ്. അതായത് അവരെ നമുക്ക് കുറച്ച് ഗ്രേറ്റർ എമൗണ്ടിൽ ആവശ്യമാണ്. ഗ്രേറ്റർ ദാൻ 100 mg പെർ ഡേ. നമുക്ക് ഒരു ഡേയിൽ 100 mg-നേക്കാളും കൂടുതലായിട്ട് വേണ്ടി വരുന്ന എല്ലാ മിനറൽസിനെയും നമുക്ക് മാക്രോ മിനറൽസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്രോ മിനറൽസ് ലാർജ് എമൗണ്ടിൽ നമുക്ക് വേണം. എത്രയാണ്? ഗ്രേറ്റർ ദാൻ 100 mg പെർ ഡേ. ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പൽ എലമെന്റ്സ്, മേജർ എലമെന്റ്സ് അല്ലെങ്കിൽ മേജർ മിനറൽസ് അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയന്റ് എലമെന്റ്സ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇത് നോക്കി വെച്ചോളൂ. അത് 7 മാക്രോ മിനറൽസ് ആണ് നമുക്ക് വരുന്നത്. അത് ഏതൊക്കെയെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, 7 മാക്രോ മിനറൽസ് ആണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് സൾഫർ. ഏതൊക്കെയാണ്? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് സൾഫർ. ഇത്രയാണ് 7 മാക്രോ മിനറൽസ്. ഒന്നുകൂടെ നോക്കിക്കേ. മാക്രോ മിനറൽസ് 7 എണ്ണമാണ് ടിപ്പിക്കലി വരുന്നത്. അത് ഏതൊക്കെയാണ്? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് സൾഫർ. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് സൾഫർ. ഓക്കെ, ഇതാണ് 7 മാക്രോ മിനറൽസ് അല്ലെങ്കിൽ 7 മേജർ മിനറൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാക്രോ മിനറൽസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പൽ എലമെന്റ്സ്, മേജർ മിനറൽസ്, മാക്രോ ന്യൂട്രിയന്റ് എലമെന്റ്സ്. അത് 100 mg-നേക്കാളിലും കൂടുതൽ നമുക്ക് ഒരു ഡേ വേണമെങ്കിൽ അതിനെയാണ് മാക്രോ മിനറൽസ് എന്ന് പറയാം. 7 മാക്രോ മിനറൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് സൾഫർ. ഓക്കെ, ദീസ് ആർ ദ 7 മാക്രോ മിനറൽസ്. ഇനി മൈക്രോ മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർ സ്മോൾ എമൗണ്ടിൽ നമുക്ക് മതി. ലെസ് ദാൻ 100 mg പെർ ഡേ വരുന്നവരാണ്. മൈക്രോ മിനറൽസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രേസ് എലമെന്റ്, മൈനർ മിനറൽസ് ഓർ മൈക്രോ ന്യൂട്രിയന്റ് എലമെന്റ്സ് എന്ന് വിളിക്കാം. ട്രേസ് എലമെന്റ്സ് എന്ന് വിളിക്കാം, മൈനർ മിനറൽസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റ് എലമെന്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് 3 കാറ്റഗറിയിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. മൈക്രോ മിനറൽസിനെ നമ്മൾ 3 കാറ്റഗറിയിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്. ഇവരെ നമുക്ക് എസെൻഷ്യൽ ആണ്. ഇവരുടെ കുറവ്, അതായത് ഭയങ്കരമായിട്ട് ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കും എന്നുള്ളവരാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സിൽ വരുന്നത്. എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഒരുപാട് റോൾസ് അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് സം സിംറ്റംസ് ഇൻ അവർ ബോഡി. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവരെ നമുക്ക് എന്ത് വേണം? ഫുഡിൽ നിന്ന് ഇവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണം. ഓക്കെ, അവർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളവരാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സിൽ വരുന്ന ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. അയൺ, കോപ്പർ, അയഡിൻ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ഫ്ലൂറിൻ, സെലീനിയം ആൻഡ് ക്രോമിയം. ഇത്രയാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സിൽ വരുന്നത്. എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് ഏതൊക്കെയാണ്? അയൺ, കോപ്പർ, അയഡിൻ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ഫ്ലൂറിൻ, സെലീനിയം ആൻഡ് ക്രോമിയം. ഇത്രയും ആൾക്കാരാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സിൽ വരുന്നത്. ഇനി പോസിബിളി എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് ആയിട്ടുള്ളവരാണ് നിക്കൽ, വനേഡിയം, കാഡ്മിയം ആൻഡ് ബേരിയം. ഇനി നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ട്രേസ് എലമെന്റ്സ് ആണ് ഏതൊക്കെ? അലൂമിനിയം, ലെഡ്, മെർക്കുറി, ബോറോൺ, സിൽവർ, ബിസ്മുത്ത്, അങ്ങനെ വരുന്നതെല്ലാം നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ട്രേസ് എലമെന്റ് ആണ്. ഇവരെ നമുക്ക് ആവശ്യം ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവരാണ് നോൺ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്. ഏതൊക്കെയാണ്? അലൂമിനിയം, ലെഡ്, മെർക്കുറി, ബോറോൺ, സിൽവർ, ബിസ്മുത്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് ഇതാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്. എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. ഇത് നമ്മൾ അങ്ങനെ നോക്കണമെന്നില്ല. എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഏതൊക്കെയാണ്? അയൺ, കോപ്പർ, അയഡിൻ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ഫ്ലൂറിൻ, സെലീനിയം ആൻഡ് ക്രോമിയം. ഓക്കെ, അതാണ് എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സിൽ വരുന്നത്. അവരെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം മാക്രോ, മൈക്രോ. മാക്രോയിൽ നമുക്ക് 7 എണ്ണമാണ് വരുന്നത്. മൈക്രോയിൽ നമ്മൾ എത്ര എണ്ണമാണ് വരിക?
10 വരുന്നത്. ഏതൊക്കെയാണ്? കുറേ എണ്ണം ഉണ്ട്, അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ളത് 10 ആണ്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. അയൺ, കോപ്പർ, അയഡിൻ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, കൊബാൾട്ട്, ഫ്ലോറിൻ, സെലീനിയം ആൻഡ് ക്രോമിയം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ 3 മാക്രോന്യൂട്രിയൻസിലെ അത് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്. ഇത് ഇത്രയും നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഏരിയ ആണെന്ന് ഇപ്പോഴേ പറഞ്ഞേക്കാം. ദെയർ ഫങ്ഷൻ, ജസ്റ്റ് അവരുടെ ഫങ്ഷൻ മാത്രം ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ദെയർ ഫങ്ഷൻസ്, കാൽഷ്യം അതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ പഠിപ്പിക്കും. ബട്ട് നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും ജസ്റ്റ് കേട്ടിട്ട് ആ ഫങ്ഷൻസ് നന്നായിട്ടൊന്ന് എഴുതി വെച്ചോളൂ. പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോളൂ, ഫങ്ഷൻസ് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കാൽഷ്യം എന്ന് പറയുന്നതാണ് മോസ്റ്റ് അബണ്ടന്റ് ഡൈവാലന്റ് കാറ്റയോൺ ഓഫ് ദ ബോഡി. കാറ്റയോൺ അതായത് പോസിറ്റീവ് അയോൺ ആയിട്ടുള്ളതാണ് കാൽഷ്യം. ദാറ്റ് ഈസ് Ca2+ ഫോമിലാണ് കാൽഷ്യം വരുന്നത്. Ca2+. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ്, ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്ന കാറ്റയോൺ ആണ് എന്ത്? കാൽഷ്യം, അല്ലെങ്കിൽ അയോൺ ആണ് കാൽഷ്യം എന്ന് പറയുന്ന Ca2+ ഫോമിലാണ് കാണുക. അത് നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1.5 to 2% എന്തായിരിക്കും? ഈ കാൽഷ്യം തന്നെ ആയിരിക്കും കാണുക. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1000 to 1400 ഗ്രാം വരെയൊക്കെ കാണാറുണ്ട്. ഓക്കെ, സോ അത്രയും വെയിറ്റിൽ നമുക്ക് എന്ത് കാണാം? കാൽഷ്യം കിട്ടും. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് അയോൺ ഇൻ അവർ ബോഡി, കാൽഷ്യം. Cu2+ ഫോമിലാണ് കാൽഷ്യം വരുന്നത്. ആൻഡ് ബോൺസ് ആൻഡ് ടീത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 99% എന്ത് തന്നെ ആയിരിക്കും? കാൽഷ്യം ആയിരിക്കും വരിക. ആൻഡ് ബോഡിയുടെ 99% കാൽഷ്യവും ഈ ബോൺ ആൻഡ് ടീത്തിൽ തന്നെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ആ ബോണിലും ടീത്തിലുമാണ് കാൽഷ്യം കൂടുതലായിട്ട് കാണുക. അപ്പോൾ കാൽഷ്യം Ca2+ ഫോമിലാണ് കാണുക. അത് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ അത് ഓർത്താൽ മതി. പിന്നെ മോസ്റ്റ് അബണ്ടന്റ് അയോൺ ആണെന്നുള്ളതും ഓർക്കുക. ഓക്കെ, ഇനി സോഴ്സസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് സോഴ്സസ് എന്ന് പറയുന്നത്. റിച്ച് സോഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സോ ദ ബെസ്റ്റ് ഫുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം ഏതൊക്കെയാണ്? മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി ചീസും യോഗട്ടും വരാം. അതേപോലെ ചില സീ ഫുഡ്സ് ലൈക്ക് സാൽമൺ, സാർഡൻസ്, ക്ലാംസ്, ഓയിസ്റ്റേഴ്സിലും ഒക്കെ എന്ത് വരും? കാൽഷ്യം വരുന്നുണ്ട്. സോ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സിലാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ചില സീ ഫുഡ്സിൽ കിട്ടും. ചില വെജിറ്റബിൾസിനകത്ത് കാൽഷ്യം കോൺസെൻട്രേഷൻ കൂടുതലാണ്. ടർണിപ്പ്, മസ്റ്റാർഡ് ഗ്രീൻ, ബ്രോക്കലി, കോളിഫ്ലവർ, അതിലും അതേപോലെ കെയിലൊക്കെ എന്താണ്? ഹൈ എമൗണ്ട് ഓഫ് കാൽഷ്യം കാണാറുണ്ട്. പിന്നെ ലെഗ്യൂംസും ലെഗ്യൂം പ്രോഡക്ട്സും, എസ്പെഷ്യലി ടോഫു ഒക്കെ ഇല്ലേ, സോയാബീൻ പ്രോഡക്റ്റ് ആണ് ടോഫു എന്ന് പറയുന്നത്. ഫെർമെൻറ്റഡ് സോയാബീൻ പ്രോഡക്റ്റ് ആണ്. അതേപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സിലും റിച്ച് ഇൻ കാൽഷ്യമാണ്. ഓക്കെ, സോ സോഴ്സസിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. ഡയറി പ്രോഡക്ട്സ്, അതായത് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്. പിന്നെ വെജിറ്റബിൾസിൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ വരുന്ന ഏതൊക്കെയാണ്? ലെഗ്യൂംസ് ആൻഡ് ലെഗ്യൂം പ്രോഡക്ട്സ്. ഓക്കെ, ഇത്രയാണ് സോഴ്സസ് ഓഫ് കാൽഷ്യമിൽ വരിക. ഇനി നമ്മളുടെ താരം, ദാറ്റ് ഇസ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ മിനറൽസിൻ്റെ ഫങ്ഷൻസ് നന്നായിട്ട് നോക്കി വെച്ചോളൂ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഫങ്ഷൻ ഒന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൽ കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യത്തിനോടൊപ്പം ഫോസ്ഫേറ്റും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഫോസ്ഫറസും കാൽഷ്യവും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അവരാണ് ഈ സ്കെൽറ്റൽ ടിഷ്യൂസ്, അതേപോലെ ബോൺസ്, ടീത്ത്, ഇതിൻ്റെ എല്ലാം സ്ട്രെങ്തനിങ്ങിന് ഇവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡെവലപ്മെൻറ്റ് ഓഫ് ബോൺ ആൻഡ് ടീത്ത് വേണമെങ്കിൽ നിങ്ങൾ ഈ ഹെഡിങ്സ് മാത്രം പഠിച്ചു വെച്ചാലും മതി. നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇനി മസിൽ കോൺട്രാക്ഷനിൽ കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽ കോൺട്രാക്ഷൻ, ഇപ്പോൾ കാൽഷ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രോപ്പോണിൻ സിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് മസിൽ കോൺട്രാക്ഷനെ അവരെന്ത് ചെയ്യും? ട്രിഗർ ചെയ്യാറുണ്ട്. ഇനി അതേപോലെ കാൽഷ്യം ATPaseനെ ആക്ടിവേറ്റ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസിങ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആക്റ്റിൻ ആൻഡ് മയോസിൻ. അതുവഴിയും മസിൽ കോൺട്രാക്ഷനിൽ അവർ ഇൻവോൾവ് ചെയ്യും. സോ മസിൽ കോൺട്രാക്ഷൻ ആണ് അടുത്ത റോൾ. നെക്സ്റ്റ് വൺ ഈസ് ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷനും കാൽഷ്യത്തിന് റോള് വരുന്നുണ്ട്. സോ അവർ അതായത് ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഫാക്ടർ 4നെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം. Ca2+ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് നെർവ് ട്രാൻസ്മിഷൻ. നെർവിൻ്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനും കാൽഷ്യം നെസസറി ആണ്. മെംബ്രെയിൻ ഇൻറ്റഗ്രിറ്റി ആൻഡ് പെർമിയബിലിറ്റി.
നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി അതേപോലെ പെർമിയബിലിറ്റിനെയും കാൽഷ്യം ഇൻഫ്ലുവൻസ് ചെയ്യും ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് സെവറൽ അയോൺസ് അക്രോസ് ദ മെംബ്രെയിനിലൂടെ വാട്ടറിൻ്റെയും അതേപോലെ ചില അയോൺസിൻ്റെയും ട്രാൻസ്പോർട്ടിൽ ഇവർക്ക് റോളുണ്ട്. നെക്സ്റ്റ് വൺ, ആക്ടിവേഷൻ ഓഫ് എൻസൈംസ്. ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കാൽഷ്യം ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ലിപ്പേസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസിൽ കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ATPase, സക്സിനേറ്റ് ഡീഹൈഡ്രോജനീസ്, ഈ എൻസൈംസിൻ്റെ എല്ലാ ആക്ടിവേഷന് കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, കാൽമോഡുലിൻ മീഡിയേറ്റഡ് ആക്ഷൻ ഓഫ് കാൽഷ്യം. കാൽമോഡുലിൻ എന്ന് പറയുന്നത് കാൽഷ്യം ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. അപ്പോൾ ഈ കാൽഷ്യവും കാൽമോഡുലും കൂടെ കോംപ്ലക്സ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാറുണ്ട്. ലൈക്ക് അഡിനിലേറ്റ് സൈക്ലേസ്, കാൽഷ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസിനൊക്കെ അവർ ആക്ടിവേറ്റ് ചെയ്യും. സോ കാൽമോഡുലിൻ മീഡിയേറ്റഡ് ആക്ഷൻ ഓഫ് കാൽഷ്യം. ഇനി കാൽന്യൂറിൻ ഉണ്ട്, അതൊരു ഫോസ്ഫറ്റേസ് ആണ്. അവർ എന്താണ് ഈ കാൽഷ്യം ചാനലിനെ ഇനാക്റ്റീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതിലും കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രോട്ടീൻ കൈനേസിൽ വരുന്നതാണ് ഇവരെല്ലാം. മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ഉണ്ട്. സോ അവരുടെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യാനും കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഈ സ്മൂത്ത് മസിലിൻ്റെ കോൺട്രാക്ഷനിലൊക്കെയാണ് അവർ വരുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കൈനേസ്, അതും ഒരു പ്രോട്ടീൻ കൈനേസ് ആണ്. അടുത്ത ഫോസ്ഫോറൈലേസ് കൈനേസ് ഉണ്ട്, അതും ഒരു പ്രോട്ടീൻ കൈനേസ് ആണ്. അവരുടെ റോളിലും ആര് ഇമ്പോർട്ടൻ്റ് ആണ്, കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വിച്ച് ആക്ടിവേറ്റ് ഫോസ്ഫോറൈലേസിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് എന്ത്, ഫോസ്ഫോറൈലേസ് കൈനേസ് എന്ന് പറയുന്നത്. സോ അവരിലും കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കാൽഷ്യം കാൽമോഡുലിൻ കൈനേസ് ഉണ്ട്, അവരും ഒരുപാട് ഫങ്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതിലും എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഡിഫറെൻറ്റ് പ്രോട്ടീൻ കൈനേസിൽ വരുന്ന ആക്ഷൻ. ഇനി ഇൻട്രാസെല്ലുലാർ മെസ്സഞ്ചർ ആയിട്ട് ആര് ആക്ട് ചെയ്യാറുണ്ട്, കാൽഷ്യം ആക്ട് ചെയ്യാറുണ്ട്. അതായത് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോസസ്സിൽ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ടൊക്കെ ആര് ആക്ട് ചെയ്യുന്നുണ്ട്, കാൽഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഓർത്താൽ മതി, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ട് കാൽഷ്യം വരുന്നുണ്ട്. അത് മെയിനായിട്ടും ഈ ഹോർമോണൽ ആക്ഷനിലൊക്കെയാണ് ഈ കാൽഷ്യം ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് വരുന്നത്. അതായത് എപ്പിനെഫ്രിൻ ഇൻ ലിവർ ഗ്ലൈക്കോ ജീനോലൈസിസ്, അതിൽ ഒരു എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് കാൽഷ്യം ആക്ട് ചെയ്യും. അതേപോലെ കാൽഷ്യം തേർഡ് മെസ്സഞ്ചർ ആയിട്ടും ചില ഹോർമോൺസിൽ ആക്ട് ചെയ്യാറുണ്ട്. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺസിൽ ഇവർ ഒരു തേർഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇൻട്രാസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടും കാൽഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ചില ഹോർമോൺസിൻ്റെ റിലീസിനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ റിലീസ് ഓഫ് സർട്ടൻ ഹോർമോൺസ് ലൈക്ക് ഇൻസുലിൻ, പാരാതൈറോയ്ഡ് ഹോർമോൺ, അതേപോലെ കാൽസിറ്റോണിൻ, ഇതിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവരുടെ റിലീസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും, കാൽഷ്യം ഹെൽപ്പ് ചെയ്യും. ഇനി സെക്രട്ടറി പ്രോസസ്സിനകത്തും കാൽഷ്യം ഇൻവോൾവ് ചെയ്യാറുണ്ട്. ദേ റെഗുലേറ്റ് മൈക്രോഫിലമെന്റ് ആൻഡ് മൈക്രോട്യൂബ്യൂൾ മീഡിയേറ്റഡ് പ്രോസസ്സസ് ലൈക്ക് എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്, സെൽ മോട്ടിലിറ്റി. അങ്ങനെ സെക്രട്ടറി പ്രോസസ്സിലും കാൽഷ്യം ഇൻവോൾവ് ചെയ്യും. അടുത്തൊരു റോളാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ കാൽഷ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ സെൽ ടു സെൽ കോണ്ടാക്റ്റിനെ അവർ എന്ത് ചെയ്യും, ഇൻവോൾവ് ചെയ്യാറുണ്ട്. സോ ഈ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ കാൽഷ്യത്തിന് റോള് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ആക്ഷൻ ഓൺ ഹാർട്ടിലും കാൽഷ്യത്തിന് റോളുണ്ട്. ദേ ആക്ട് ആസ് എ മയോകാർഡിയം ആൻഡ് പ്രൊലോങ് സിസ്റ്റോൾ. സിസ്റ്റോള് പ്രൊലോങ് ചെയ്യാൻ ഈ കാൽഷ്യം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് മേജർ ആക്ഷൻ ഓഫ് കാൽഷ്യം അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ അവർ ബോഡി. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഹെഡിങ് മാത്രം പറഞ്ഞ് പോയാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് ഫങ്ഷൻസിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മസിൽ കോൺട്രാക്ഷൻ, അത് കഴിഞ്ഞ് ബ്ലഡിൻ്റെ കൊയാഗുലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നെർവ് ട്രാൻസ്മിഷൻ, മെംബ്രെയിൻ പെർമിയബിലിറ്റിയിൽ റോളുണ്ട്. ചില എൻസൈമിൻ്റെ ആക്ടിവേഷൻ, അതുപോലെ കാൽമോഡുലിൻ മീഡിയേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട്. അത് മെയിനായിട്ടും എന്തിലാണ്, പ്രോട്ടീൻ കൈനേസ് ഡിപ്പെൻഡൻറ്റിൽ വരുന്നുണ്ട്. അതായത് കാൽഷ്യം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൈനേസ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. കാൽസിനൂറിൻ, മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ്, ഫോസ്ഫോറൈലേസ് കൈനേസ്, പിന്നെ കാൽഷ്യം കാൽമോഡുലിൻ കൈനേസ്. പിന്നെ ഇൻട്രാസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ട് സെക്കൻഡ് മെസ്സഞ്ചേഴ്സും തേർഡ് മെസ്സഞ്ചേഴ്സും ഒക്കെ ആയിട്ട് കാൽഷ്യം ആക്ട് ചെയ്യാറുണ്ട് ഹോർമോൺ ആക്ഷനിൽ. പിന്നെ ഹോർമോണിനെ റിലീസ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് സെക്രട്ടറി റോൾ ആൻഡ് കോണ്ടാക്ട് ഇൻഹിബിഷനിൽ വരുന്നുണ്ട്. അതേപോലെ ഹാർട്ടിൻ്റെ റോളിലും അല്ലെങ്കിൽ ഹാർട്ടിലും അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് മേജർ റോൾസ് ഓഫ് കാൽഷ്യം.
ഇനി കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കുണ്ടാവുന്ന കണ്ടീഷൻസ് അത് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി കേട്ടോ. അതായത് നമ്മൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി എപ്പോഴും ഒന്നെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കാതിരിക്കുമ്പോൾ, അതായത് ഡയറ്റിലൂടെ നമ്മൾ കാൽഷ്യം കണ്ടെയ്നിങ് ഫുഡല്ല എടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഡെഫിഷ്യൻസി വരാം. അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നന്നായിട്ട് നടന്നില്ലെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അപ്ടേക്ക് ചെയ്തെടുത്ത കാൽഷ്യം എക്സസ് ആയിട്ട് ലോസ് ആവുകയാണെങ്കിലും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലെങ്കിലും എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ വഴി ഡെഫിഷ്യൻസിയിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഇൻഅഡിക്വേറ്റ് ആയിട്ടായിരിക്കും കാൽഷ്യം ഇൻടേക്ക് നടക്കുക, അല്ലെങ്കിൽ പുവർ കാൽഷ്യം അബ്സോർപ്ഷൻ ആവാം, അല്ലെങ്കിൽ എക്സസീവ് കാൽഷ്യം ലോസ് ആവാം. ഈ രീതിയിലായിരിക്കും ഡെഫിഷ്യൻസി കാരണമാവുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ പറഞ്ഞ മേജർ റോൾ ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് ബോൺ ആൻഡ് ടീത്തിലാണ്. സോ കാൽഷ്യം പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ടീത്തിൻ്റെയും ബോണിൻ്റെയും അതേപോലെ മസിൽ കോൺട്രാക്ഷനൊക്കെ അവിടെ അഫക്റ്റ് ചെയ്യും. ഇനി കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ റിക്കറ്റ്സിന് കാരണമാവും. അത് മെയിനായിട്ടും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ നമ്മൾ പറയുന്നതാണല്ലേ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ കാൽഷ്യവും അവിടെ കുറവാണെങ്കിലും ഈ റിക്കറ്റ്സിലേക്ക് അത് എത്തിക്കാറുണ്ട്. സോ കുട്ടികളിൽ റിക്കറ്റ്സ് കാണാറുണ്ട്. ഓക്കെ, ഇനി ഫ്രീ അയണൈസ്ഡ് ആയിട്ടുള്ള കാൽഷ്യത്തിൻ്റെ എമൗണ്ട് നമ്മളെ ബ്ലഡിൽ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്നത്. സോ ലോ ലെവൽ ഓഫ് ഫ്രീ അയണൈസ്ഡ് Ca2+, അതായത് കാൽഷ്യം അയോൺ ഇൻ ബ്ലഡിനെയാണ് നമ്മൾ ഹൈപ്പോ കാൽഷ്യമീയ എന്ന് പറയുന്നത്. ആൻഡ് അതുവഴി ടെറ്റനിക്ക് കാരണമാവാറുണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഇന്റർമീഡിയറ്റ് മസിൽ കോൺട്രാക്ഷൻ ദാൽ ഫെയിൽ ടു റിലാക്സ്. കോൺട്രാക്ട് ചെയ്യും, പക്ഷെ അതെന്ത് ചെയ്യില്ല, റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനെയാണ് ടെറ്റനി എന്ന് പറയുന്നത്. സോ ഈ ഹൈപ്പോ കാൽസീമിയ കാരണം നമുക്ക് ടെറ്റനി കോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അഡൾട്ടിൽ നോക്കുകയാണെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്, അതായത് ബോൺ മാസ് കുറഞ്ഞു വരും. സോ അതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനത്തെ കണ്ടീഷനും അതിൻ്റെ ഡെഫിഷ്യൻസിയിൽ വരുന്നുണ്ട്. ഇനി ഡെഫിഷ്യൻ ഫോർ എ ലോങ് ടേം ആയിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷന് കാരണമാവാം, കോളൻ ക്യാൻസറിന് കാരണമാവാം, അതേപോലെ ഒബിസിറ്റി അല്ലെങ്കിൽ ഹയർ ബോഡി വെയ്റ്റിന് കാരണമാവാം. സോ ലോങ് ടേം ഡെഫിഷ്യൻസി കാരണമാണ് ഇത് ഇത്രയും ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും. ഓസ്റ്റിയോപോറോസിസ് ഓർത്ത് വെച്ചോളൂ. ഇനി ടോക്സിസിറ്റി, അതായത് നമ്മൾ കഴിക്കുന്നത് ഹൈ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഹൈ ആയിട്ട് അബ്സോർപ്ഷൻ നടക്കാം, ലോസ് കുറവാണെങ്കിലൊക്കെയാണ് ഈ ടോക്സിസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് ഇൻടേക്ക് ഓഫ് കാൽഷ്യം കാരണം നമുക്ക് ഉണ്ടാവുന്നതാണ് ഹൈപ്പർ കാൽസീമിയ. എന്താണ് ഹൈപ്പർ കാൽസീമിയ? അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ചെന്നിട്ട് ഈ സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. സോ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തും. അതാണ് മെയിനായിട്ടും ടോക്സിസിറ്റിയിൽ കാണിക്കുന്നത്. ഇനി കോൺസ്റ്റിപ്പേഷൻ ചില ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ ലാർജ് എമൗണ്ടിൽ നമ്മൾ കാൽഷ്യം അപ്ടേക്ക് നടത്തുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു കോൺസ്റ്റിപ്പേഷൻ. ആൻഡ് ഫോർ പീപ്പിൾ വിത്ത് ഇഡിയോപാത്തിക് ഹൈപ്പോകാൽസീമിയ, അതായത് യൂറിനറി കാൽഷ്യത്തിൻ്റെ ലെവൽ ഗ്രേറ്റർ ദാൻ 4 mg/kg ബോഡി വെയ്റ്റിൽ വരികയാണെങ്കിൽ അത് കാരണം എന്ത് സംഭവിക്കാറുണ്ട്, നമ്മളെ കിഡ്നി സ്റ്റോണ് കോസ് ചെയ്യാറുണ്ട് കേട്ടോ. അത്രയും ഹൈപ്പറായിട്ട് നമുക്ക് കാൽഷ്യം നമ്മളുടെ യൂറിനിൽ വരികയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലേക്ക് ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് ക്യാൻ കോസ് കിഡ്നി സ്റ്റോൺ. അപ്പം ഹൈപ്പർ കാൽസീമിയ കാരണം എന്തുണ്ടാക്കാറുണ്ട്, കിഡ്നി സ്റ്റോൺ കോസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാം, ദാറ്റ് ഈസ് ഫോസ്ഫറസ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ മാക്രോ മിനറൽ ആണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. സോ ഇത് ഇൻഓർഗാനിക് എലമെൻ്റ് ആണ്. ആൻഡ് ഫോസ്ഫറസ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ സെക്കൻഡ് മോസ്റ്റ്, ഫസ്റ്റ് കാൽഷ്യം പറഞ്ഞു, രണ്ടാമത് വരുന്നത് ഏതാണ്, ഫോസ്ഫറസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ അവർ ബോഡി എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈസ് കാൽഷ്യം, സെക്കൻഡ് ഈസ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ബോഡി എടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് എടുക്കുകയാണെങ്കിൽ അതിൽ 85% സ്കെൽറ്റലിലാണ് കാണുക, 1% ആണ് ബ്ലഡിൽ കാണുക ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലും, റിമൈനിങ് 40% നമ്മൾ സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെയാണ് കാണുന്നത്. ഫോസ്ഫറസ് എവിടെയൊക്കെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇൻ ദ ബോഡി ഫോസ്ഫറസ് ടിപ്പിക്കലി ഈസ് ഫൗണ്ട് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലൊക്കെയാണ്
കൂടുതലും ഈ ഫോസ്ഫറസ് കാണാം. ഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലാണ് കൂടുതലും ഈ ഫോസ്ഫറസ് വരുന്നത്. അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഫോസ്ഫറസ് കൂടുതലും നമ്മുടെ ബോഡിയിൽ കാണുന്നത്. സോ ഇറ്റ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മിനറൽ ഇൻ അവർ ബോഡി. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുക. ആൻഡ് ഫോസ്ഫറസ് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ ഇനോർഗാനിക് എലമെന്റ്സ് ഓർ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി സോഴ്സസ് ഓഫ് ഫോസ്ഫറസ് നോക്കാം. ഒരുപാട് ഫുഡ് ഐറ്റത്തിനകത്ത് ഫോസ്ഫറസ് വരുന്നുണ്ട്. ലൈക്ക് മീറ്റ്, പൗൾട്രി, ഫിഷ്, എഗ്, മിൽക്ക് പ്രോഡക്ട്സ്, ഇതിലെല്ലാം ഫോസ്ഫറസ് വരുന്നുണ്ട്. ഗുഡ് സോഴ്സസ് ആണ് ഇതൊക്കെ. ഇപ്പം ഡയറി പ്രോഡക്ട്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 200 to 350 mg ഫോസ്ഫറസ് വരെ തരാറുണ്ട്. എഗ് ആണെങ്കിൽ 100 mg ഫോസ്ഫറസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. മീറ്റ്, ഫിഷ്, പൗൾട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ 150 to 250 mg ഫോസ്ഫറസ് ആണ് കിട്ടുക. ഇനി നട്ട്സ്, ലെഗ്യൂംസ്, സിറിയൽസ്, ഗ്രെയിൻസിലൊക്കെ ഫോസ്ഫറസ് കാണാറുണ്ട്. ഇനി നമ്മുടെ ഫുഡിനകത്ത് ഫോസ്ഫറസ് ഇനോർഗാനിക് ഫോമിലും ഓർഗാനിക് ഫോമിലും ആയിട്ടാണ് കാണുക. അതിൽ തന്നെ ഓർഗാനിക് ഫോമിൽ ഫോസ്ഫറസ് എപ്പോഴും പ്രോട്ടീൻ്റെയോ ഷുഗറിൻ്റെയോ ലിപ്പിഡിൻ്റെയോ കൂടെ ബൗണ്ട് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഓർഗാനിക് ഫോം, അതായത് ലിപ്പോ പ്രോട്ടീൻ ആയിട്ടോ അല്ലെങ്കിൽ ഫോസ്ഫോ ലിപ്പിഡായിട്ടോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ കൂടെ കോൺജുഗേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ഫോസ്ഫറസ് വരുന്നത്. ഓക്കെ, സോ അതാണ് ഫോസ്ഫറസിൻ്റെ സോഴ്സസ്. മെയിനായിട്ടും മിൽക്ക്, മീറ്റ്, ഫിഷ്, എഗ്സ്, പൗൾട്രി, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെയാണ് ഫോസ്ഫറസിൻ്റെ മേജർ സോഴ്സസ്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഫങ്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ഫോസ്ഫറസിനും ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യത്തിനോട് കൂടെ ഫോസ്ഫേറ്റും കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ. ഫോസ്ഫേറ്റിൻ്റെ പാർട്ട് എന്താണ്? ഫോസ്ഫറസ് ആണ്. സോ ഫോസ്ഫറസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. ബോൺ ആൻഡ് ടീത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഫോസ്ഫറസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യത്തിനോടൊപ്പം ഈ ഫോസ്ഫേറ്റിൻ്റെ ഫോമിലാണ് ഫോസ്ഫറസ് വരുന്നത്. ഓക്കെ, ഇനി പാരാതൈറോയ്ഡ് ഹോർമോൺ കാൽസിട്രയോൾ ആൻഡ് കാൽസിറ്റോണിൻ ഇൻഫ്ലുവൻസ് ദ ഫോസ്ഫറസ് ബാലൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഫോസ്ഫറസിൻ്റെ ബാലൻസിനെ ഈ 3 ഹോർമോൺസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. പാരാതൈറോയ്ഡ് ഹോർമോൺ, കാൽസിട്രയോൾ, കാൽസിറ്റോണിൻ. ഇതിൽ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസിനെ ബോൺ മിനറലൈസേഷന് വേണ്ടി, അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ബോണിലേക്ക് ഈ ഫോസ്ഫറസിനെ എടുത്തുകൊണ്ടിരിക്കുമ്പം സിറത്തിലുള്ള ഫോസ്ഫറസിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പം കാൽസിറ്റോണിൻ ഡിക്രീസസ് സിറം ഫോസ്ഫറസ് കോൺസെൻട്രേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് PTH കാണിക്കുന്നത്, പാരാതൈറോയ്ഡ് ഹോർമോൺ കാണിക്കുന്നത്. സോ ഇറ്റ് ഇൻക്രീസസ് ദ സിറം ഫോസ്ഫറസ് കോൺസെൻട്രേഷൻ. ഓക്കെ, ആൻഡ് ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫറസ് കൂടുതലും ഈ ഫോസ്ഫേറ്റിൻ്റെ ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിക് ആസിഡിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നതും ഈ ഫോസ്ഫറസ് ആണ്. അതായത് ഷുഗർ ആൻഡ് ഫോസ്ഫറസിൻ്റെ ബാക്ക് ബോൺ ആണ് എന്തിൽ വരിക? ഫോസ്ഫറസിൻ്റെ ബാക്ക് ബോൺ ആണ് നമ്മളെ ന്യൂക്ലിക് ആസിഡിൽ കാണുന്നത്. ആ ഫോസ്ഫേറ്റിൻ്റെ ഫോമിലാണ് ന്യൂക്ലിക് ആസിഡിൽ കാണുക. അതായത് DNA, RNA ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ന്യൂക്ലിക് ആസിഡിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്, മേജർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോസ്ഫേറ്റ് ആണ്. അതിലുള്ള ഫോസ്ഫറസ് വരുന്നുണ്ട് അല്ലേ. സോ ഫോസ്ഫേറ്റിൻ്റെ ഫോമിലായിരിക്കും നമ്മളെ ന്യൂക്ലിക് ആസിഡിനകത്ത് ഫോസ്ഫറസ് കാണുന്നത്. ആ ഷുഗറിൽ അവർ അറ്റാച്ച് ചെയ്യും, എസ്റ്റർ ലിങ്കേജ് വഴി അറ്റാച്ച് ചെയ്തിട്ടാണ് ബാക്ക് ബോൺ ഓഫ് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, so phosphate is an important component of the nucleic acid, DNA and RNA, alternating with pentose sugar to form the linear backbone of this molecule. ഇനി ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി മെറ്റബോളിസം ഇല്ലേ, അതിൽ ഒരു ഇൻ്റർമീഡിയറ്ററി ആയിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ആ പേര് നോക്കിയാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പം ATPയിൽ എന്താ വരിക? അഡിനോസിൻ്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ബോൺസ് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടാണ് കാണുക. 3 ഫോസ്ഫേറ്റ് കാണും. ഓക്കെ ആണോ? അപ്പം അവിടെ ഓരോ ഫോസ്ഫേറ്റിനും എന്താണ്? ഓരോ പർട്ടിക്കുലർ ബോണ്ട് എനർജി കാണും. അല്ലെ ഏറ്റവും അങ്ങേയറ്റത്തെ ഏറ്റവും എൻഡിലുള്ള ആ ഫോസ്ഫേറ്റ് ഹൈ എനർജി ബോണ്ടാണ്. സോ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് എനർജി റിലീസ് ചെയ്യും. സോ ആ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് പല മെറ്റബോളിക് പ്രോസസ്സും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ATPനെ നമ്മൾ അപ്പം എന്തായിട്ടാണ്? ഒരു എനർജി കറൻസി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എനർജി ആവശ്യമുള്ള അപ്പം ATP എടുത്തിട്ട് ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. അപ്പോൾ അത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റബോളിക് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്.
ഇനി ഏതെങ്കിലും ഒരു മെറ്റബോളിക് പ്രോസസ്സ് നടക്കുമ്പം എക്സസ് ആയിട്ട് എനർജി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ATP ഫോം ചെയ്തിട്ട് ആ എനർജി അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. സോ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇറ്റ് ഈസ് ദ എനർജി കറൻസി ആണ് ഈ ATP എന്ന് പറയുന്നത്. സോ അവിടെ വരുന്നത് എന്താണ്, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അവിടുത്തെ ഹൈ എനർജി ആയിട്ട് വരുന്നത് ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. സോ അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഇത്രയും എനർജി റിലീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെ എനർജി മെറ്റബോളിസത്തിൽ ഫോസ്ഫറസിന് റോള് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് വരുന്നത്, വിച്ച് ഈസ് സിന്തസൈസ്ഡ് ഇൻ മസിൽ ഫ്രം ATP ആൻഡ് ക്രിയാറ്റിൻ. അവരും എന്ത് ചെയ്യാറുണ്ട്, മസിലിൻ്റെ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മസിലിന് എനർജി കൊടുക്കുന്നത് ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആണ്. സോ ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നതും ഒരു ഹൈ എനർജി കോമ്പൗണ്ട് ആണ്. സോ അതിൻ്റെ പാർട്ട് എന്താണ്, ഫോസ്ഫറസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ എനർജി കോമ്പൗണ്ടിൽ വരുന്ന ATPയിലും ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിലും ആ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്, ഫോസ്ഫേറ്റ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഫോസ്ഫറസ് എന്ന് പറയുന്നത് സൈക്ലിക് അഡിനോസൈൽ മോണോഫോസ്ഫേറ്റ് CAMBയുടെ പാർട്ടാണ്. അത് നമുക്ക് ATPന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഈ CAMB ഒരു സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു സെക്കൻഡ് മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. സോ അവരും ഒരു സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ഫോസ്ഫേറ്റ്. ഇനി നമ്മുടെ സെൽ മെംബ്രെയിൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ലിപ്പിഡ്, അതായത് ഫോസ്ഫോ ലിപ്പിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ലിപ്പിഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഫോസ്ഫറസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് കാണും. സോ അവർ സെൽ മെംബ്രെയിൻ്റെ പാർട്ടുമാണ്. അപ്പോൾ നമുക്ക് പറയാം ഫോസ്ഫേറ്റ് എന്തുവാണ്, സെൽ മെംബ്രെയിൻ്റെ പാർട്ടായിട്ടും കാണാറുണ്ട്, അതായത് ഫോസ്ഫോ ലിപ്പിഡിൻ്റെ പാർട്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഫോസ്ഫോലിപ്പിഡ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പോളാർ ആൻഡ് നോൺ പോളാർ റീജിയൻസ് ആണ് വരുന്നത്. അത് മെയിനായിട്ടും എന്താണ്, ആ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റിക്കും അതിൻ്റെ സ്ട്രക്ചറിനും അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ പോളാർ ആൻഡ് നോൺ പോളാർ റീജിയൻസ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ് ആണ്, ദേ ഫംഗ്ഷൻ ഇൻ ആസിഡ് ബേസ് ബാലൻസ്, അതായത് ബഫറിങ് ആക്ഷൻ കാണിക്കാറുണ്ട്. ഫോസ്ഫറസ് ഒരു ബഫറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള ഒരു ബഫർ ഫോസ്ഫേറ്റ് ബഫറാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ മെയിൻ ഇൻട്രാസെല്ലുലാർ ബഫർ. നോക്കിക്കോളൂ, നമ്മളെ സെല്ലിനുള്ളിലുള്ള ഒരു ബഫറാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് ഈസ് എ മെയിൻ ഇൻട്രാസെല്ലുലാർ ബഫർ. അതിന് അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കിഡ്നിയിൽ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആ ഫിൽറ്റേർഡ് ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിയാക്ട് വിത്ത് സെക്രീറ്റഡ് ഹൈഡ്രജൻ അയോണുമായിട്ട് റിയാക്ട് ചെയ്യും, റിലീസിങ് സോഡിയം അയോൺ ഇൻ ദ പ്രോസസ്. അങ്ങനെ സോഡിയം അയോണിനെ റിലീസ് ചെയ്യും. സോ ദിസ് ആക്ഷൻ റിമൂവ്സ് ഫ്രീ ഹൈഡ്രജൻ അയോൺ. ആ അവിടെ കിടക്കുന്ന ഫ്രീ ഹൈഡ്രജൻ അയോണിനെ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ ഈ ഫോസ്ഫറസ് ഹെൽപ്പ് ചെയ്യും. സോ അതുവഴി pH ഇൻക്രീസ് ചെയ്യിക്കാൻ, അതായത് H+ൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, pH ഭയങ്കരമായിട്ട് കുറയും. സോ അങ്ങനെ വരുന്ന സമയത്ത് pH ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഫോസ്ഫറസ് വന്നിട്ട് എന്ത് ചെയ്യും, ഈ H+നെ അവർ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, കുറഞ്ഞ pH കൂടിക്കോളും. ഓക്കെ, അങ്ങനെയാണ് pH അവർ ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഇതിൻ്റെ റിവേഴ്സലായിരിക്കും, pH കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ റിവേഴ്സലായിട്ട് നടക്കുക. അപ്പോൾ എന്ത് പറ്റും, pH കുറയും. സോ അങ്ങനെ ബഫറായിട്ട് ആര് ആക്ട് ചെയ്യാറുണ്ട്, ഫോസ്ഫേറ്റ് ആക്ട് ചെയ്യാറുണ്ട്. ഇനി ഫോസ്ഫേറ്റ് ഇൻഡയറക്ട്ലി ഓക്സിജൻ ഡെലിവറിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ഡെലിവറിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് റെഡ് ബ്ലഡ് സെൽസിൽ എടുക്കുകയാണെങ്കിൽ 2,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ ഫോർമേഷൻ അവിടെ നടക്കും. അവരാണ് ഓക്സിജൻ റിലീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഫ്രം ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ 2,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്താവശ്യമാണ്, ഫോസ്ഫേറ്റ് അവിടെ ആവശ്യമാണ്, ഫോസ്ഫറസ് ആവശ്യമാണ്. സോ അങ്ങനെ ഇൻഡയറക്ട്ലി ഓക്സിജൻ ഡെലിവറിയിലും ഫോസ്ഫേറ്റിന് റോളുണ്ട്. ഇനി ഡിക്രീസ് ഇൻ 2,3-ഫോസ്ഫോഗ്ലിസറേറ്റ് അസോസിയേറ്റഡ് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി ക്യാൻ ഡിമിനിഷ് റിലീസ് ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂ. അപ്പോൾ ഫോസ്ഫേറ്റിൻ്റെ ഡെഫിഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോസ്ഫറസ് ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഓക്സിജൻ ഡെലിവറിയും കുറയാറുണ്ട്. ഓക്കെ, ഡിമിനിഷ് ചെയ്യാറുണ്ട്. സോ ഇത്രയൊക്കെയാണ് മേജർ റോൾസ് ഓഫ് ഫോസ്ഫേറ്റ്. ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി നോക്കാം. അത് ഭയങ്കര റെയർ ആയിട്ടാണ് കാണുക. ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി വളരെ റെയർ ആണ്. ബട്ട് അത് കൂടുതലും അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഈ റീനൽ ഡിസീസ്, കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കാറുണ്ട്, ഫോസ്ഫേറ്റിൻ്റെ അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. അതേപോലെ അൻറ്റാസിഡ്സ് ലാർജ് എമൗണ്ടിൽ
കഴിക്കുന്ന ആൾക്കാരിലും എന്ത് കാണാറുണ്ട്? ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. Okay, so phosphorus deficiency is rare. It is typically confined to people such as renal disease ഉള്ള ആൾക്കാർക്ക്, അതേപോലെ ലാർജ് എമൗണ്ട് ആൻറ്റാസിഡ്സ് യൂസ് ചെയ്യുന്ന ലൈക്ക് കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഒക്കെ കണ്ടെയ്നിങ് ആയിട്ടുള്ള ആൻറ്റാസിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സിൽ വരുന്ന, അതായത് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി വരുന്ന കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്ന് എക്സ് ലിങ്ക്ഡ് ഹൈപ്പോഫോസ്ഫറ്റീമിയ, അതേപോലെ ഹൈപ്പോഫോസ്ഫറ്റമിക് റിക്കറ്റ് അല്ലെങ്കിൽ ഡെൻസ് സിൻഡ്രോം എന്ന് പറയും. ദേ ആർ ജനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. അത് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി കാണിക്കുന്നവരാണ്. ഈ ഇതിൽ മെയിനായിട്ടും ഈ ഒരു ഡിസോർഡർ നമ്മൾ ഡിഫെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോസ്ഫറസിൻ്റെ റീഅബ്സോർപ്ഷനെ അവർ അഫക്റ്റ് ചെയ്യും കിഡ്നിയിൽ. അപ്പോൾ എന്ത് പറ്റും? എക്സസ് ആയിട്ടുള്ള ഫോസ്ഫറസ് നമ്മളുടെ ബോഡിയിൽ നിന്ന് ലോസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി ഈ രണ്ട് കണ്ടീഷനിലും ഉണ്ടാവുന്നത്. സോ അതാണ് ജനറ്റിക് ഡിസോർഡർ ഇൻവോൾവ് ഇൻ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി. ഓക്കെ, അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഒന്ന് എക്സ് ലിങ്ക്ഡ് ഹൈപ്പോഫോസ്ഫറ്റീമിയയും ഒന്ന് ഹൈപ്പോഫോസ്ഫറ്റീമിക് റിക്കറ്റും. ഇത് രണ്ടിലും എന്ത് സംഭവിക്കുക? റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫറസ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് ഈ രണ്ട് കണ്ടീഷനും ഉണ്ടാവുന്നത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.